ചേട്ടാ ചേട്ടാ ആ ഫോൺ ഒന്ന് തന്നെ, എനിക്ക് ഗെയിം കളിക്കാൻ താ. നീ ഒന്ന് വെറുതെ ഇരിക്ക പ്ലീസ് പ്ലീസ്, ഒന്ന് താ ചേട്ടാ. എന്നെ ഒന്ന് വെറുതെ വിടടി. അതൊന്നും പറ്റില്ല. നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒറ്റ അടി വെച്ചല്ലോ. ചുമ്മാ പുറകെ നടന്ന് ഭ്രാന്ത് പിടിപ്പിക്കരുത്. നീ മിണ്ടാതെ എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോണം. പ്രിയ, എന്താടാ ഇത്? നീ അവളെ അടിക്കോ? എവിടുന്നാടാ നീ ഇതൊക്കെ പഠിച്ചത്? അവള് നിന്റെ ഫോണിലേ ചോദിച്ചുള്ളൂ. അതിന് നീ ഇത്രയും പൊട്ടിത്തെറിക്കേണ്ട കാര്യമുണ്ടോ? ഇവൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ. നീ കാര്യാക്കണ്ട, അകത്തേക്ക് പോ. പൊയ്ക്കോ. എന്താടാ നിനക്ക് പറ്റിയത്? നീ എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടത്? മോനെ, എന്താടാ നീ എന്തിനാ കരയുന്നേ? നീ അമ്മയോട് പറ. അമ്മേ, പാറു പണ്ടത്തെ ആളല്ലമ്മേ. അവൾ എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്, അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അവൾ എന്നോടൊന്നും പറയുന്നുമില്ല. അന്ന് ഹോസ്റ്റലിൽ വെച്ച് കണ്ടപ്പോഴും അവൾക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ ലക്ഷ്മിയുടെ കല്യാണത്തിന് ടെൻഷനാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. പക്ഷേ അവള് പറഞ്ഞത് സത്യമല്ലെന്ന് എനിക്ക് തോന്നി. എന്നോടും അവൾ നുണ പറയുക. ഇന്ന് കമ്പനിയിലേക്ക് വരാതെ അവൾ ലീവ് എടുത്ത് ഏതോ റിസോർട്ടിലേക്ക് പോയി. എന്തിനാണെന്ന് ചോദിച്ചപ്പോ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അവളുടെ കൂട്ടിന് ആ മീരയും ഐഷയും ഒക്കെ ഉണ്ട്. അവരോട് പറയാൻ പറ്റുന്ന എന്ത് പ്രശ്നമാണ് അവൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? അവളോട് സത്യം എന്താണെന്ന് പറയാൻ ഞാൻ ഒരുപാട് തവണ അപേക്ഷിച്ചു. ഇന്ന് നിയന്ത്രണം വിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് അമ്മയ്ക്കറിയാമോ? എടാ, നീ എന്ത് പണിയാ കാണിച്ചത്? അവൾ എന്തോ പ്രശ്നത്തിലാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അവള് കൂടുതൽ വിഷമിക്കുകയല്ലേ ഉള്ളൂ. നമ്മളോടെല്ലാം പങ്കുവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും അവള് പെട്ടിരിക്കുന്നത്. നിന്റെ അടുത്തുനിന്ന് അവള് സന്തോഷത്തോടെ എന്തെങ്കിലും മറച്ചു വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉള്ളിന്റെ ഉള്ളില് അവള് നീറുകയായിരിക്കും. നിന്നോട് എങ്ങനെയെങ്കിലും എല്ലാം തുറന്നു പറയണമെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സാഹചര്യത്തില് നീ അവളോട് ബഹുമാനത്തോടെ പെരുമാറി സ്നേഹത്തോടെ അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവളോട് ദേഷ്യപ്പെട്ട് പേടിപ്പിക്കുകയല്ല വേണ്ടത്. എടാ, നീ അല്ലാതെ അവൾക്ക് ആരാ ഉള്ളത്? നിന്റെ അടുത്തുനിന്ന് അവൾ എന്തെങ്കിലും മറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. അതെന്താണെന്ന് ക്ഷമയോട് ചോദിച്ച് മനസ്സിലാക്ക്. അല്ലാതെ വെറുതെ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. സ്നേഹിക്കുന്ന ഒരു മോശമായി പെരുമാറിയ അത് സഹിക്കാനുള്ള ശക്തി ഒരു സ്ത്രീക്കും ഇല്ല. ദർശനെ തന്നെ കണ്ടില്ലേ? നിങ്ങൾ എന്തുമാത്രം വഴക്കുകൂടി കാണും. ഇന്ന് വരെ അവൾ കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ഒപ്പം വിട്ടുതരാതെ വഴക്കുകൂടുകളെ പതിവ്. പക്ഷേ നീ അവളോട് പൊട്ടിത്തെറിച്ചപ്പോ അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടോ? അവൾക്ക് പോലും നീ ദേഷ്യപ്പെട്ട് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ പാറുവിന്റെ കാര്യം പറയാനുണ്ടോ? എന്തൊക്കെ കാരണം പറഞ്ഞാലും നീ പാറുവിനോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല. നാളെ രാവിലെ തന്നെ നീ അവളെ കണ്ട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് പതുക്കെ ക്ഷമയോടെ അവളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കണം.
സോറി മോളെ. പ്രിയൻ ഹോസ്റ്റലിൽ വന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടും നീ എന്താ പ്രതികരിക്കാത്തെ? ഈ വിഷയത്തിനെ കുറിച്ച് ഭൂമിക മാഡത്തോട് പരാതി പറഞ്ഞ് പാറുനെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പുറത്താക്കായിരുന്നു. നല്ലൊരു അവസരം നീ കളഞ്ഞു വിളിച്ച്. ഞാൻ ഭൂമിക മാഡത്തോട് പരാതി പറഞ്ഞാലും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം പാർവതി അവർക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ. വെറുതെ അവരോട് പരാതി പറഞ്ഞ് നാണം കെടാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്തിനാ പാർവതി ഇങ്ങനെ പേടിക്കുന്നേ? എനിക്ക് അവളെ പേടിയാണെന്ന് ആരാ പറഞ്ഞേ? എന്റെ കഴിവ് തെളിയിക്കാൻ ഇത് ഓഫീസൊന്നും അല്ല. ഇവിടെ വെച്ച് അവളെ തോൽപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല. അല്ലെങ്കിലേ എനിക്ക് 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് സമയവും ഇല്ല. എന്നാലും എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഒന്ന് പോയി തരാവോ? വാടി, അവൾ ഓഫീസിൽ എന്തോ ടെൻഷനിലെന്ന് തോന്നുന്നു. നമുക്ക് പോയിട്ട് പിന്നെ വരാം. ചേച്ചി, നീ എവിടെയാ മോളെ? ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നിനക്കിപ്പോ അസുഖമൊന്നുമില്ലല്ലോ? ബീച്ചിൽ പോയപ്പോ നീ തലകറങ്ങി വീണുന്ന് അമ്മ പറഞ്ഞു.